ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ നീച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഫുള്ളും ഫ്രണ്ടൊക്കെ ഒന്ന് കാണാൻ നിറയെ സ്ഥലമുണ്ട് ഇവിടെ കാണാൻ കേട്ടാ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞാൽ അതേമാതിരി രോഗങ്ങൾ മാറും. അത് ജീവിച്ചിരിക്കുന്ന ആ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്തേന് ഇവിടെ നല്ല ഫലം കിട്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടായതാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് നിറയെ ആൾക്കാർ എല്ലാ വിഷമങ്ങളും മറന്ന് ഇവിടെ ഇരുന്ന് രാത്രി വരെ ഇരുന്ന് പകൽ പിറ്റേന്നും ഇരുന്ന് ഇവിടെ തന്നെ തങ്ങി അങ്ങനെ പോണവരൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ആൾക്കാർ ഇവിടെ ഉള്ളിൽ കണ്ടു പരിചയപ്പെട്ടു. ഓരോരുത്തരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത് കേട്ടോ. അത് എല്ലാവരുടെയും ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെ തോന്നുന്നത്. ഫീലിങ് നല്ല പ്രാവുകൾ കേട്ടാ. ഇതല്ലേ ഓരോ കൂടാണിത്. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് എന്തോ മനസ്സിന് നല്ലൊരു സമാധാനവും സുഖം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഇതൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാരെ പറ്റി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ കുറേ പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓരൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ ഇരുന്നിട്ട് പോകണമല്ലോ എന്നാണ് പറയുന്നത്. ഓരോ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഓതിയിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ പുറത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം അങ്ങനെ റൂമൊക്കെ വന്നപ്പോൾ ഇതാ രാത്രി കെട്ടിയതാണ് ഈ ആടിന് കേട്ടാ. ഇന്നലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ആട് ബിരിയാണി ഉണ്ടായിരുന്നു ഒന്ന്. അതേമാതിരി തന്നെ കോഴിനൊക്കെ അങ്ങനെ ഒരു പൊതിയാക്കിയിട്ട് ഈ ചോറ് എല്ലാവർക്കും അവിടെ ഇരിക്കണവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നേർച്ച ചോറ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾ പഴവും പത്തക്കൊക്കെ തിന്നതായിരുന്നു. അതിൻ്റെ തോലൊക്കെ ഉണ്ടായിരുന്നു. ആ കൂടെ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടത്തിൽ തിന്നാണ്. പാവം തിന്നു. അങ്ങനെ ഇപ്പം നമ്മളിതാ ചോർന്നലൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഇതാ വിഴിഞ്ഞം ബീച്ചാണ് കേട്ടോ. വിഴിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ 2 പള്ളിയും യാറും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ കടൽക്കരയൊക്കെയാണ്. പിന്നെ ബീച്ചും എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് റൂം തന്ന അയാളെ മോനാണിത് കേട്ടോ. മൂപ്പര് റെഡിയാക്കി തന്നാണ്. അങ്ങനെ നമ്മൾ ആ കുട്ടീനെ വീട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ അവിടെ എത്താനായിരിക്കണം കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ അതവിടെ എത്താനായി തുടങ്ങി. ഭീമാ ബീവിൻ്റെ കൂടെ വന്നവരുണ്ടായിരുന്ന ഓരൊക്കെ ഖബർസ്ഥാനങ്ങളൊക്കെയാണെന്നാണ് പറയേണ്ടത് ഇത്. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ വന്ന് കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പള്ളിയൊക്കെ കാണാൻ ഇതാ നല്ല രസമുണ്ട്. ഈ പള്ളീൻ്റെ ഉള്ളിലല്ല കേട്ടോ, പള്ളീൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ബോട്ടാണ് കേട്ടോ. ബോട്ട് തോണിയൊക്കെ മീൻ പിടിക്കുന്ന ഇതൊക്കെയാണ്. കാണാൻ എന്താ രസം എന്നറിയാം. എന്താ പള്ളീൻ്റെ മേലെ ഇങ്ങനെ നിന്നിട്ടാണ് ഈ ഇത് നിൽക്കുന്നതന്നെ ഇങ്ങനെ ഒരു ഹൈറ്റിലാണ്. ഒരു പാറിൻ്റെ മേലെ നിൽക്കുന്ന പോലെയാണ് ഉള്ളത്. നല്ല കാറ്റാണ് കേട്ടോ. കണ്ട ഒരു ബോട്ടിൻ്റെ പോലെ പള്ളീൻ്റെ മേലെ നിൽക്കുന്നത്. 4:30 മണി ടൈമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ. കുറച്ച് നേരം വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഞങ്ങൾക്ക് വീഡിയോ സൂര്യാസ്തമയമൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ആ സെൻറ്ററിൽ കണ്ട ബോട്ടാണ് വേറെ ഒരു ലെവൽ തന്നെ ഇവിടെ കേട്ടോ. കാണാനും നല്ല രസമുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഇവിടെ കമ്പി കെട്ടിയിരിക്കുന്നതുണ്ടല്ലോ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ. ഇത്ര അടുത്തേക്കാണ് കടൽ അല വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ കടലൊക്കെ പൊന്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതാണ് വിഴിഞ്ഞം. സ്ഥലം വിഴിഞ്ഞാണ്. വിഴിഞ്ഞം പള്ളി. 2 ആൾക്കാർ ഇത് അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെ 2 പള്ളിയിൽ കയറിയിട്ട് ഞങ്ങളിങ്ങനെ താഴെ വന്നതാണ്. കല്ലൊക്കെ കണ്ടില്ലേ, എന്താ ഒരു രസം. ഇത്ര അടുത്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കടൽ നമുക്ക് ഇത്ര അടുത്തുനിന്നാണ് കാണുന്നത്. ഇത് നമ്മൾ കരക്ക് ഇങ്ങനെ നിൽക്കും, കടൽ വരും മല വരും അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് ഇത്ര അടുത്ത് നിന്നിട്ട് നമ്മൾ അടുത്തേക്ക് അല അടിക്കുന്ന പോലെ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന പോലെയുള്ള ഒരു
ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നെഞ്ഞിടിക്കണ പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ട്. കാണുമ്പോൾ തന്നെ എന്താ രസം എന്നറിയാം. എത്തുന്ന ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര മീനിൻ്റെ മണം മണക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ല്. അത് കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഫോണ് പിടിച്ചോട്ടാ. പാല് പോലല്ലേ വെള്ളം. നോക്കിയാ നമ്മള് ഫോണില് കാണക്കായാലുണ്ട്, കാണുമ്പോ നേരിട്ട് കണ്ട് പാല് പറഞ്ഞാൽ അങ്ങനത്തെ പാലിനെക്കായാലും ഒരു വെള്ളമാണിത് കേട്ടാ. എന്താ രസല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പോരാൻ തോന്നില്ല കേട്ടോ. നല്ല മതി മറന്ന് ഇങ്ങനെ നിൽക്കും. നല്ല ഒരു മനസ്സിനൊരു സുഖം. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാറ്റും ആ ഒരു തണുപ്പും ആ ഇല വന്ന് അടിക്കണതൊക്കെ കാണുമ്പോൾ തന്നെ അതാ നമ്മൾ അവിടുന്ന് പോകുന്നു. ബോട്ടിങ്ങിൻ്റെ നമ്മൾ അവിടുന്ന് കണ്ടില്ലേ. സൂര്യൻ നോക്കിയാ കറക്റ്റാ അതിൻ്റെ മേലെ ആ പള്ളീൻ്റെ മുകളിൽ നോക്കി അസ്തമനം കുറച്ച് നേരം കഴിഞ്ഞ് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പോകാം. 4 മണി 5 മണി. ഇതിവിടെ നമ്മളിങ്ങനെ താഴത്തേക്ക് വന്നപ്പോൾ ഈ കായലിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വറുത്തരി ഉപ്പ മക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കിയിട്ട് അങ്ങനെ അതും പോന്നു. ഇനി ഇവിടെ അങ്ങനെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അങ്ങോട്ട് പോവാ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ ചുറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാ ഇവിടെ അമ്പലമുണ്ട്, പള്ളിയുണ്ട്. ഈ പള്ളീൻ്റെ അടുത്ത് തന്നെ അതേപോലെ തന്നെയാണ് അമ്പലവും എടുത്തുണ്ട് കേട്ടോ. വലിയൊരു അമ്പലമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു പള്ളി ഉണ്ട് പറഞ്ഞിട്ട്, പാറപ്പള്ളി പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നാണ്. അത് അവിടെ ഒരു വറുത്തരിപ്പ പറഞ്ഞ ഒരു പള്ളി പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി ആ കുട്ടി എല്ലാ സ്ഥലങ്ങളും കാട്ടി തന്നിട്ടാ. പനന്തുറ മൊയ്തീൻ പള്ളി പറഞ്ഞ ഒരു പള്ളിയാണ് ഇവിടെ. ഇതും ഇതേപോലെ തന്നെ കടലിൻ്റെ വക്കിലാണുള്ളത് കേട്ടോ. കടലിൻ്റെ വക്ക് പറഞ്ഞാൽ അത്രക്ക് വക്കത്തൊക്കെയാണ് അതുള്ളത്. ഒക്കെ അല അടിക്കണത് ഈ കല്ലുമ്മൽ വന്നിട്ടാണ്. ഈ കല്ലുകൾ ഇട്ടേക്കേണ്ട ഇവിടെയാണ് അല അടിക്കണത്. ഇതാ പറഞ്ഞ പോലെ അല്ലേ ഇത് നിൽക്കണമൊക്കെ മിലാത്ത നിൽക്കണമൊക്കെ ചെരിഞ്ഞ് അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കണത്. പള്ളി ചെരിഞ്ഞ് നിൽക്കണണ്ട, അങ്ങോട്ട് താഴത്തേക്ക് ചെരിഞ്ഞ് നിൽക്കണേ. അതെന്താ അങ്ങനെ? ആ അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അവിടെ ഒരു മൂലവരുണ്ടായിരുന്നു ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഒരു തല ചുറ്റണ പോലെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ കുത്തനെ അങ്ങോട്ട് ഉണ്ട് ഇത്. അപ്പോൾ ഉള്ളിൽ ആ ഒരു മൂലവർ വന്ന് ചോദിച്ചാൽ പറഞ്ഞത് സുനാമി വന്നപ്പോൾ അങ്ങനെ പള്ളി ഉള്ളിലേക്ക് താഴ്ന്ന് ചെരിഞ്ഞ് പോയതാണ് എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ ചെരിഞ്ഞ് മാത്രം നിൽക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര അടുത്താണുള്ളത്, ഇതിൻ്റെ അപ്പുറമാണ്. പക്ഷെ നമ്മൾ മേലെ കയറിയിട്ടൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. പള്ളീൻ്റെ അവിടെ പറഞ്ഞാലൊന്നും ഫ്രൂട്ട്സ് ഇല്ല നമുക്ക്. ഭീമാപ്പള്ളീൻ്റെ അവിടെ ഫ്രൂട്ട്സ് കടകൾ അതൊരു ഭയങ്കര ഒരു ഇത് തോന്നുക. ശരിക്കും ഒരു ഭക്ഷണം കിട്ടാനോ ഒന്നുമില്ല, ഫ്രൂട്ട്സുകളൊന്നുമില്ല. ഇവിടെ ഫ്രൂട്ട്സുകൾ കണ്ടപ്പോൾ എന്നാൽ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയതാണ്. അങ്ങനെയൊക്കെ അതൊക്കെ വാങ്ങി കഴിച്ചു. ഞങ്ങൾ റൂമിലൊക്കെ വന്ന് റെസ്റ്റ് എടുത്ത് ഇതാ പള്ളീൻ്റെ മുറ്റത്തേക്ക് വന്നേക്കണു കേട്ടോ. അപ്പോൾ ഇതാ മഗ്‌രിബ് കഴിഞ്ഞു, രാത്രി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിരിക്കണം. ഈ സമയമാകുമ്പോഴത്തേനും ഇവിടെ ഫുള്ളും നിറഞ്ഞ് നിൽക്കും. അത്രക്ക് ആൾക്കാരെ ഇക്കാരം ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ആളുണ്ടാകുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ.
അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി റൂമിൽ പോയിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് കാലിയാക്കും, റൂം കാലിയാക്കിയിട്ട് രാത്രി ട്രെയിനിന് നമ്മൾ പുറപ്പെട്ടു. ഫ്ലൈറ്റ് പോകുന്നുണ്ടില്ല. എയർപോർട്ട് ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ആ കാരണം ഇങ്ങനെ പോയിട്ടും വന്നിട്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബസ് ഇതൊക്കെയാണ്, ഇതിലൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ 4 ദിവസം മക്കളെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങളും ഇതുപോലൊക്കെ ഒന്ന് പോയി, അല്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുത്തിർന്നിട്ട് കാര്യമില്ല. ആർക്കും പരാതി അല്ലലും ഇല്ലതും പരാതികളൊന്നും ഉണ്ടാവില്ല. ഞമ്മക്കും മനസ്സിനൊരു സുഖം ആശ്വാസം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ട്രെയിന് 9:30 വരുന്നത് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വരും. ഞങ്ങൾ വന്നപ്പോൾ ഒന്നും ഇവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഫുള്ള് ആളായി. അപ്പോൾ ഇതാ ഞങ്ങൾ ട്രെയിൻ കയറി ഞാൻ വീട്ടിൽ പോകണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.